അപ്പം ഞങ്ങൾ ഇപ്പോൾ ഒരു സ്ഥലം വരെ പോവുകയാണ് ഗൈസ്. നമ്മുടെ കൂടെ നമ്മുടെ പിള്ളേരും ഉണ്ട്, 2 പേരും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ ഇഹാച്ചിയുടെയും ആരാധ്യയുടെയും അംഗൻവാടിയിലേക്കാണ്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് അവിടെ ചെന്ന് സൂക്ഷിച്ചു പോകും. സ്റ്റൈൽ തന്നെ പോണണ്ട തോട് നന്നായിട്ട് വീർത്തല്ലേടോ ദൈവമേ, സീനായല്ലോ. ഓ അല്ലെങ്കിൽ ഇടുമാണിക്കത്തെ ഒരു വബ്രങ്ങ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കും. ഓ മൈ ഗോഡ്, വാട്ട് ഈസ് ദിസ്? ലൈക്ക് കൊട എടുത്താ ഞങ്ങളിങ്ങനെ അംഗൻവാടിയിലേക്ക് പോകുന്ന വഴിക്ക് മഴ പെയ്തു ഗെയ്സ്. അപ്പോൾ ആകെപ്പാടെ ഞങ്ങളിതാ ഇങ്ങനെയാണ് ഞങ്ങളുടെ അവസ്ഥ. അവന്മാർ 2 പേരും ഫ്രണ്ടിൽ പോവാണ് കുടയിൽ. ഇത് കണ്ട മഴ, നല്ല മഴയാണ്, നല്ല ശരിയ മഴ. എൻ്റെ മോനെ, ഇത്രയും വലിയൊരു മഴ പെയ്യുന്ന ഓർത്തില്ല. പെട്ടെന്നാണ് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നത്. അങ്ങനെ നിൽക്കുന്ന ദിപ്പിലാണ് മഴ പെയ്യുന്നത്. എൻ്റെ അവിടെ കണ്ടത് ശ്രീയുടെ കയ്യിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ ചെന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നാളെയാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഇന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതേ നല്ല മഴയായിപ്പോയി കേട്ടോ. മഴ മൊത്തം കുടയിൽ ഞങ്ങൾ അപ്പം ഞങ്ങളിതേ വരുന്ന വഴി കണ്ടതാണ്. അതേ ഒരു മഴ ഇങ്ങനെ ഒടിഞ്ഞ് വീണ് കിടക്കുന്നത്. ആഞ്ഞിലി മരമാണെന്ന് തോന്നുന്നത്. എൻ്റെ അമ്മേ, ആഞ്ഞിലി മരം അതേ കണ്ടോ, ആഞ്ഞിലി ചക്കയൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. അതേ ഇടക്ക് കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. കണ്ടോ, സൈഡിൽ കൂടെ പോയേ. അതേ കണ്ടോ, ഇവിടെയൊക്കെ മൊത്തം എല്ലാ തോട്ടിലും വെള്ളം ഇങ്ങനെ കയറി നിൽപ്പുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ മൊത്തവും ഒരുവിധം സീനാണെന്ന് പറയാം. അപ്പം നമ്മൾ അംഗനവാടി ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇതെല്ലാം കൂടെ കിടന്ന് ഉറക്കമായിരുന്നു. നല്ല മഴയും കൂടെയൊക്കെ ആയപ്പോൾ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ചാടി എഴുന്നേക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഇഹാച്ചിയൊക്കെ ചാടി എഴുന്നേറ്റ് കഴിഞ്ഞു. കാത്തൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. കുറേ പേരൊക്കെ ഉറക്കമാണ്. അപ്പോൾ നമ്മളിവിടെ അംഗൻവാടിയിൽ എത്തിയിരിക്കുകയാണ്. ഒരു കള്ളിപ്പെണ്ണ്. അപ്പം നമ്മളവിടെ ചെന്നിട്ട് നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, പിള്ളേരൊക്കെ നമുക്കെല്ലാം സെറ്റ് വൈബായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നല്ല മൈൻഡിങ്ങുള്ള പിള്ളേരാണ്. കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഒരു വിധമൊക്കെ നമ്മളവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ പരിപാടി ഫോട്ടോയൊക്കെ ഒട്ടിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ബാക്കി ഡെക്കറേഷൻ പരിപാടിയൊക്കെ നമ്മൾ ചെയ്തു. ഫൈനലി നമ്മളെല്ലാം പിള്ളേരുടെ ചാട്ടിലേക്ക് ഒട്ടിച്ച് സെറ്റാക്കിയിരിക്കണം കേട്ടോ. നമ്മുടെ പിള്ളേരുടെ ഫോട്ടോയൊക്കെ എല്ലാം ഇതിനകത്ത് വന്നിട്ട്. അപ്പോൾ ടീച്ചറിനോട് കാണിച്ച് ടീച്ചർ ഓക്കെ പറഞ്ഞു, എല്ലാം ഓക്കെ ആയി, സെറ്റായി. വീഡിയോ എടുത്ത സ്ഥലം ഇങ്ങനെയാകുമ്പോൾ വരുമ്പോൾ ഒന്നെങ്കിൽ ആ സൈഡിൽ അല്ലെങ്കിൽ ഈ സൈഡിലോട്ട് ഇടിച്ചത്. അപ്പോൾ കാണാൻ പറ്റുമല്ലോ അവർ. ഇത് നമ്മുടെ പുതിയതായിട്ട് വരവേൽക്കാനുള്ള കുട്ടീസാണ്. ഇതാണ് നമ്മുടെ കാത്തുക്കുട്ടി. പരിപാടികളാണ് നമ്മളുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ നോടി പിടിച്ച് ഇങ്ങോട്ട് വന്നതാണ്. നമ്മുടെ പിള്ളേരുടെ പരിപാടിയാണ്. അവിടെ പോയിരുന്നോ മക്കാച്ചി? അവിടെ പോയിരുന്നോടി. അപ്പം നമ്മൾ അംഗൻവാടിയിലെ പരിപാടി ഫസ്റ്റ് പാർട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോവാണ്. ബാക്കി പരിപാടി നാളെ. പട്ടീനെ കാണുമ്പോൾ പേടിച്ചോടുമ്പോഴാണ് പട്ടി സീനാക്കണത്. അന്ന് ഇവാന പട്ടി വരുന്നുണ്ട് പുറകെ. പട്ടി ഓടിയാണ് വന്നത്.
ഇത് നമ്മൾ വരുന്ന വഴിക്ക് കണ്ട മരമാണ്. ആക്ച്വലി ഇങ്ങോട്ട് തിരിച്ചു പോകുന്ന വഴിക്കാണ് ആ മരത്തിന്റെ ശരിക്കുള്ള അവസ്ഥ ഞങ്ങൾ കണ്ടത്. ഇതാ ഇങ്ങനെയാണ് അത് ഒടിഞ്ഞു വീണിരിക്കുന്നത്. ഭയങ്കര ഒരു സംഭവമായിരുന്നെന്ന് തോന്നുന്നു. മൊത്തം ലൈൻ കമ്പിയുടെ പുറത്തോട്ടൊക്കെയാണ് വീണിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാണ്. വലിയ മുട്ട മഴ വരുന്നുണ്ട്. വാ വാ മമ്മിയുടെ കൈ പിടി. ഹലോ ഗൈസ് പറഞ്ഞു. ഹലോ ഗൈസ് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ കൊച്ചു വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.